ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നൊരാഘോഷമാണ് നമ്മുടെ ഓണം. അപ്പോൾ എല്ലാവർക്കും ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ല അടിപൊളിയായിട്ടുള്ളൊരു വിഭവമാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതും നമ്മുടെ മത്തങ്ങ എരിശ്ശേരി. അപ്പോൾ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് മത്തങ്ങ എരിശ്ശേരി റെഡിയാക്കി എടുക്കാറ്. വളരെ സിമ്പിളാണ്, 5 മിനിറ്റിൽ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിവിടെ ഈ ഒരു മത്തങ്ങ എരിശ്ശേരി റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ ഇതാ ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് വൺപയർ ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള ഒത്തിരി കളറുള്ള മത്തങ്ങ നോക്കി വാങ്ങിക്കുക. ഇതിൽ കുറച്ച് വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി 1 മുറി തേങ്ങ, 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 തണ്ട് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂണ് നല്ല ജീരകം, ചെറിയ ജീരകം, 6-7 വെളുത്തുള്ളി, 3 ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് പൾസ് മോഡിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നമുക്ക് താളിപ്പിന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് എണ്ണയിലിട്ടും വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതാ 2 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, ആവശ്യത്തിനുള്ള എണ്ണ, കടുക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. ഇനി ഞാനിത് അവിടെ മിക്സിയിൽ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കാതെ പൾസ് മൂടിൽ നമുക്കൊരു 1-2 തവണ ആയിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചമ്മന്തി പോലെ ഒന്ന് ചതുക്കിയെടുക്കാം. ഇനി ഞാനിതൊന്ന് ചതുക്കിയെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാനിവിടെ ചതുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും തരിതരിപ്പോട് കൂടിയിട്ട് വേണം നമ്മളിത് ചതുക്കിയെടുക്കാൻ. ചിലവർ നല്ലപോലെ നല്ല ഫൈനായിട്ട് തന്നെ തേങ്ങ അരച്ചെടുക്കാറുണ്ട്. നമ്മളിന്നിവിടെ ഇങ്ങനെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതേ സെയിം ബൗളിലേക്ക് തന്നെ നമുക്കിതങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞെടുത്ത മത്തങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മത്തങ്ങ വേവിക്കാനായിട്ട് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാൽ. മത്തങ്ങ പെട്ടെന്ന് തന്നെ റെഡിയായി വന്നോളും. ഒട്ടും വേവില്ലാത്ത ഒരു ഐറ്റാണ് വെജിറ്റബിൾസിൽ മത്തങ്ങ. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി നമുക്ക് ഉപ്പ് എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം, ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ പയറ് വേവിച്ചെടുത്തിട്ടുള്ള കാരണം നമുക്കിത് പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി വന്നോളൂ. അപ്പം നമ്മുടെ മത്തങ്ങ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ കറക്റ്റാണ്. ഇനി നമുക്ക് ഈ ഒരു തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. പെട്ടെന്ന് വെന്ത് നമുക്ക് വൺപയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വൺപയർ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതുക്കിയെടുത്ത ഇതിലേക്ക് ഇതാ ഒരു 1/4 കപ്പ് വെള്ളം, തേങ്ങയും പയറും കൂടെ ഒന്ന് മിക്സായി വരണം. നല്ലപോലെ മിക്സ് ചെയ്യും.
ഇനി അരപ്പൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പും മത്തങ്ങയും വൺപയറൊക്കെ കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും മതി. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത ആ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ അങ്ങ് നല്ല പോലെ അങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിപ്പിനായിട്ടുള്ള റെഡിയാക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മൾ മത്തങ്ങ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തേങ്ങയും കൂടെ ഇതിൽ വറുത്തിടാനുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, 6-7 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് വെക്കാം. ഒരു നുള്ള് നല്ല ജീരകം, വളരെ കുറച്ച് ഉലുവാപ്പൊടി, കറിവേപ്പില, വറ്റൽമുളക്, ഇത് നമ്മൾ റെഡിയാക്കി എടുത്ത തേങ്ങ, ബ്രൗൺ കളറായി വരണം, ഒരിഞ്ഞു വരണം. നമ്മുടെ തേങ്ങ വെളിച്ചെണ്ണയിലും കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഒരു ബ്രൗൺ കളറായി വരണം. അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ല ബ്രൗൺ കളറിൽ തന്നെ തേങ്ങ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമ്മൾ റെഡിയാക്കി എടുത്ത നമ്മുടെ മത്തങ്ങ അലിശ്ശേരിയിലേക്ക് നമ്മുടെ ഈ അരപ്പങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓണം സ്പെഷ്യൽ മത്തങ്ങ അലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ്. ഇതാ നമ്മുടെ ഓണ സ്പെഷ്യൽ മത്തങ്ങ എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.